Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. Radio teacher, radio teacher. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. എല്ലാവർക്കും റേഡിയോ ടീച്ചർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ലിനുകുമാർ MC. ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അഴീക്കോട് മീൻകുന്ന് സ്കൂളിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടുത്തെ ഫിസിക്സ് അധ്യാപകനാണ്. നമുക്ക് ഇന്നത്തെ പ്രശ്നോത്തരിയിൽ പങ്കെടുക്കുന്ന ടീമിനെ പരിചയപ്പെടാം. ടീം A. എൻ്റെ പേര് അബിൻ ജോർജ് തോമസ്. എൻ്റെ പേര് ശ്രീഹരി പ്രതീശൻ, നിർമ്മല HSS ചെമ്പേരി. ടീം B. എൻ്റെ പേര് വിഷ്ണു KJ. എൻ്റെ പേര് ഡിയോൺ ജോർജ്. ഞങ്ങൾ വയട്രുമ്പ് സെൻറ് ജോസഫ് HSS വരുന്നു. ടീം C. എൻ്റെ പേര് മീഗൽ സെലസ്റ്റ്യൻ. എൻ്റെ പേര് അലീന ജേക്കബ്, സെൻറ് ജോസഫ് HS പുലിക്കുരുമ്പ. ടീം D. എൻ്റെ പേര് നിവേദ് സിയം. എൻ്റെ പേര് ആദർശ സ്റ്റേഷ്. ഞങ്ങൾ AVS GHSS കരിവള്ളൂർ സ്കൂളിൽ നിന്ന് വരുന്നു. ടീം E. എൻ്റെ പേര് മാളവിക ES. എൻ്റെ പേര് അനന്യ സജി, GHS രേറോ. നമുക്ക് പ്രശ്നോത്തരി തുടങ്ങാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം, അതുപോലെ തന്നെ കാഴ്ചയുടെ ലോകം, അതുപോലെ മൂന്നാമത്തെ അടുത്തൊരു ചാപ്റ്റർ നമ്മൾ ഇതിൽ പറയുന്നത് ഊർജ്ജ പരിപാലനം, എനർജി മാനേജ്മെൻറ്റ്. ഈ ക്വിസ് പ്രോഗ്രാമിൽ ആദ്യത്തെ റൗണ്ടിൽ 2 മാർക്കാണ്. ഇപ്പോൾ ഒരു ടീമിന് അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത ടീമിലേക്ക് അത് പാസ് ചെയ്യാം. ആ സമയത്ത് അവർക്ക് 1 മാർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ, ഈ 2 ചാൻസിന് ശേഷം ഉത്തരം അറിയാമെങ്കിൽ അവർക്ക് പറയാം, പക്ഷെ അവർക്ക് പോയിന്റ് കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം ഏത്? ചില മാധ്യമങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട്. ജലം, ഗ്ലാസ്, വജ്രം, മണ്ണെണ്ണ, ഗ്ലിസറിൻ. വിച്ച് മീഡിയം ഹാസ് ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്, ഗ്ലിസറിൻ, കെറോസിൻ. ഡയമണ്ട്. ഉത്തരം ശരിയാണ്. ഡയമണ്ട് അല്ലെ വജ്രം. നമുക്കറിയാം പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് ഒരു മാധ്യമത്തിലൂടെ പ്രകാശത്തിൻ്റെ സ്പീഡ്, പ്രകാശത്തിൻ്റെ വേഗത നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം വായുവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി 1 എയറിൻ്റെത് അല്ലെ വാക്വത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി 1 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെത് 1.5 ജലത്തിൻ്റെ 1.33 അതുപോലെ ഏറ്റവും കൂടുതൽ, ഈ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ഡയമണ്ടിനാണ്, വജ്രത്തിനാണ് 2.4. ഓക്കെ, ടീം എക്ക് 2 മാർക്ക്. ഇനി അടുത്തത് ടീം ബിയോടാണ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അപവർത്തന രശ്മിയുടെ പാത ലംബത്തിൽ നിന്നും എന്തു സംഭവിക്കുന്നു? When light travels from denser medium to rarer medium, what happens the path of light ray? Deviates away from the normal. ഉത്തരം ശരിയാണ്. നോർമലിൽ നിന്ന് അല്ലെ ലംബത്തിൽ നിന്ന് റിഫ്രാക്റ്റഡ് റേ, അപവർത്തനം ചെയ്ത പ്രകാശരശ്മി അകന്നു പോകും. ഇപ്പോൾ ടീം ബിക്ക്
2 മാർക്ക്. അടുത്തത് ടീം സിയോടാണ്. ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കത്തെ എന്തു പേരിൽ അറിയപ്പെടുന്നു? ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ ഓർ വാക്വം ഈസ് നോൺ ആസ് ഡാഷ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഉത്തരം ശരിയല്ല. ടീം ഡി. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ശരിയാണ്, ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ടീം ഡിക്ക് 1 മാർക്ക്. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n = c/v. കേവല അപവർത്തനാങ്കം സമം പ്രകാശത്തിൻ്റെ ശൂന്യതയിലൂടെയുള്ള വേഗത ഹരിക്കണം പ്രകാശത്തിൻ്റെ മാധ്യമത്തിലൂടെയുള്ള വേഗത. ഇതിനെയാണ് കേവല അപവർത്തനാങ്കം എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലൂടെയാണ്, അല്ലെങ്കിൽ വായുവിലൂടെയാണ്. ഈ വേഗതയെ മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗതയുമായി കമ്പയർ ചെയ്യുന്ന ആ ഒരു ടേമിനെയാണ് കേവല അപവർത്തനാങ്കം അല്ലെങ്കിൽ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ടീം ഡിയോട് തന്നെയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈസ് 1.5. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ ഗ്ലാസ്? അതായത് ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം എന്നത് 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പ്രവേഗം എത്രയാണ്? 2 × 10⁸ m/s. ശരിയാണ്. ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പ്രവേഗം 2 × 10⁸ m/s. 2 × 10⁸ m/s. ടീം ഡിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. പ്രകാശത്തിൻ്റെ ശൂന്യതയിലൂടെയുള്ള പ്രവേഗം എത്രയാണ്? വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്വം? 3 × 10⁸ m/s. ശരിയാണ്, 3 × 10⁸ m/s. ഇത് നമ്മുടെ പ്രപഞ്ചത്തിലെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു സ്ഥിരാങ്കമാണ്. 3 × 10⁸ m/s. ഇതിനെ സി എന്ന ലെറ്ററിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലാറ്റിൻ ഭാഷയിൽ വേഗത എന്ന് അർത്ഥം വരുന്ന സെലറിറ്റസ് എന്ന പദത്തിൽ നിന്നാണ് ഈ സി എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ടീം ഇയുടെ മാർക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കേട്ടിട്ടുണ്ടാവും, പൂർണ്ണാന്തര പ്രതിപതനം. വാട്ട് ആർ ദ കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? അതിലെ കണ്ടീഷൻ എന്തൊക്കെയാണ്? ഒരു പൂർണ്ണാന്തര പ്രതിപതനം നടക്കണമെങ്കിൽ പ്രകാശരശ്മി ഇവിടുന്ന് ഇവിടത്തേക്ക് പോകണം. ഉദ്ദേശിക്കുന്നത് പ്രകാശരശ്മി പ്രകാശ സാന്ദ്രത അനുസരിച്ച് എങ്ങനെ എങ്ങോട്ടേക്ക് പോകണം? ഏത് മാധ്യമത്തിൽ നിന്ന് ഏത് മാധ്യമത്തിലേക്ക് പോകണം? ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഉത്തരം ശരിയാണ്. പ്രകാശരശ്മി ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മാധ്യമത്തിലേക്ക് പോകണം. ടീം ഇക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ കോൺ ഓഫ് വാട്ടർ? ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 48.6. ശരിയാണ്, ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ 48.6 ഡിഗ്രിയാണ്. 48.6 ഡിഗ്രി. നമുക്കറിയാം ക്രിട്ടിക്കൽ കോണിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രകാശം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അപവർത്തനത്തിന് ശേഷം പ്രകാശരശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു. അങ്ങനെ അകന്നിട്ട് ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി വരും. ആ സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ അതിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മാധ്യമത്തിൻ്റെയും
ക്രിട്ടിക്കൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ടീം ഡിയുടെ മാർക്ക് 2 മാർക്ക്. അടുത്തത് ടീം സിയോടാണ്. ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് റിയൽ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ് ഈസ്. അതായത് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ ഒബ്ജക്റ്റ് ആൻഡ് എ റിയൽ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിലെ ഇമേജ്, പ്രതിബിംബവും വസ്തുവും തമ്മിലുള്ള ആ പ്രതിബിംബം യഥാർത്ഥ പ്രതിബിംബമാണ്. അതിന് വേണ്ടുന്ന ഏറ്റവും ചുരുങ്ങിയ ഡിസ്റ്റൻസ്, ദൂരം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഫോക്കൽ ലെങ്ത് തൊട്ടിട്ട് ഒബ്ജക്റ്റ് വരെ ഉള്ള ഡിസ്റ്റൻസ്. ഞാൻ ചോദിച്ചിരിക്കുന്നത് വസ്തു, ഒബ്ജക്റ്റും അതുപോലെ തന്നെ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും. അത് നിങ്ങൾക്ക് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ടേമിൽ പറയാം, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ടേമിൽ പറയാം. നമ്പർ വെച്ചിട്ടാണ് ഡിസ്റ്റൻസ്. 25 സെന്റിമീറ്റർ. ഞാനിവിടെ പറഞ്ഞിരുന്നില്ല എത്ര സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിരുന്നില്ല, ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മിനിമം എത്ര ഡിസ്റ്റൻസ് ആയിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. അതിനേക്കാൾ മുകളിൽ ഡിസ്റ്റൻസ് വരാം, പക്ഷെ ഏറ്റവും ചുരുങ്ങിയ അകലം എത്രയായിരിക്കണം ഒരു കോൺവെക്സ് ലെൻസിലെ വസ്തുവും അതുപോലെ തന്നെ റിയൽ ഇമേജും തമ്മിലുള്ള ഏറ്റവും ചുരുങ്ങിയ ദൂരം എത്രയായിരിക്കും. 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞില്ല, എനിക്ക് ഫോക്കസ് ദൂരത്തിൻ്റെയും അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെയും ടേമിൽ എനിക്കത് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. 2F തൊട്ടിട്ട് ഫോക്കസ് ലെങ്ത്. 2F എന്ന് പറയുമ്പം റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഉത്തരം പൂർണ്ണമായി ഇൻഫിനിറ്റി ടു ഫോക്കൽ ലെങ്ത് പൂർണ്ണമായി ശരിയല്ല. ചോദ്യം ടീം ബിയിലേക്ക് പാസ് ചെയ്യുന്നു. ടീം ബി ബിറ്റ്വീൻ 2F ആൻഡ് F. ഞാൻ ചോദിച്ചിരിക്കുന്ന ആകെയുള്ള അകലം എത്രയായിരിക്കും എന്നുള്ളതാണ്. ആഫ്റ്റർ 2F. കൃത്യമായിട്ടൊരു വാല്യൂ പറയണം. ആർക്കെങ്കിലും അറിയാൻ പറ്റും? 2 into focal length. 2 into Focal length. അല്ല, ഉത്തരം 4F ആണ്. 4F അല്ലെങ്കിൽ 2R. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. അതായത് റിയൽ ഇമേജ് എന്ന് പറയുന്നത് എന്താണ് റിയൽ ഇമേജ് എന്ന് പറയുന്നത്? സ്ക്രീനിൽ പതിപ്പിക്കാൻ വേണ്ടി പറ്റും അല്ലേ, അതാണ് റിയൽ ഇമേജ്. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ റിയൽ ഇമേജ് കിട്ടാൻ വേണ്ടി ഒബ്ജക്റ്റും അതുപോലെ തന്നെ ആ റിയൽ ഇമേജും തമ്മിൽ മിനിമം ദൂരം എന്ന് പറയുന്നത് 2R ആയിരിക്കും. R എന്ന് പറയുന്നതാണ് 2F. അപ്പോൾ നമുക്ക് ഉത്തരം എങ്ങനെ പറയാം? ഒന്നുകിൽ 2R എന്ന് പറയാം, അല്ലെങ്കിൽ 4F എന്ന് പറയാം. ഒരു R എന്ന് പറയുന്നത് എന്താ 2F ആണ്. അപ്പോൾ 2R എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 into 2F അല്ലെ 4F. അപ്പോൾ ഉത്തരം 4F അല്ലെങ്കിൽ 2R. ഓക്കെ, അടുത്ത ചോദ്യം ടീം ബിയോട് തന്നെയാണ്. ആവർത്തനം എന്നാൽ എന്ത്? What do you mean by magnification? The value of how much the image is magnified. Yes. എനിക്ക് ഇമേജിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ആയിട്ടുള്ള റിലേഷനാണ് വേണ്ടത്. HI/HO. ഓക്കെ, HI/HO. ഇമേജിൻ്റെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇത് കൂടാതെ നമുക്ക് വേറൊരു ടേമിലും കൂടി പറയാൻ പറ്റും, -V/U. -V/U. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. രാവിലെ മഴവില്ല് ഏത് ഭാഗത്തായിരിക്കും കാണപ്പെടുന്നത്? വെസ്റ്റ് സൈഡിൽ. ഓക്കെ, വെസ്റ്റ് സൈഡ്. ഉത്തരം ശരിയാണ്. അതായത് സൂര്യൻ എവിടെയാണോ ഉള്ളത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും മഴവില്ല് കാണുന്നത്. ടീം എക്ക് 2 മാർക്ക്. ആദ്യ റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. നമുക്ക് മാർക്ക് നോക്കാം. ടീം എക്ക് 4 മാർക്ക്, ടീം ബിക്ക് 4 മാർക്ക്, ടീം സിക്ക് മാർക്കൊന്നും കിട്ടിയില്ല. ടീം ഡി 5 മാർക്ക്, ടീം ഇ 4 മാർക്ക്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. റേഡിയോ ടീച്ചർ. നമുക്ക് 2ാം റൗണ്ടിലേക്ക് പോകാം. ഈ റൗണ്ടിൽ ഉത്തരം പറയുന്ന ടീമിന് 3 മാർക്കാണ് കിട്ടുക. അവരത് പറഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത ടീമിലേക്ക് പാസ് ചെയ്ത്
അവിടെ ഉത്തരം പറയുകയാണെങ്കിൽ അവർക്ക് 2 മാർക്ക് കിട്ടും. പിന്നെ അവർക്ക് അറിയുന്ന ആർക്കെങ്കിലും പറഞ്ഞാൽ അവർക്ക് മാർക്കൊന്നുമില്ല. ഓക്കെ, രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ടീം എയോടാണ്. 25 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ എത്രയാണ്? വാട്ട് ഈസ് ദ പവർ ഓഫ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 25 സെൻറ്റിമീറ്റർ? +4 ഡയോപ്റ്റർ. ഉത്തരം ശരിയാണ്. +4 ഡയോപ്റ്റർ. ഈ പ്ലസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് എന്ന അർത്ഥത്തിലാണ്. അവിടെ മൈനസ് വരികയാണെങ്കിൽ കോൺകേവ് ലെൻസ് ആയിരിക്കും. ടീം എക്ക് 3 മാർക്ക്. അടുത്ത ടീം ബിയോടാണ്. വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഉത്തരം തെറ്റാണ്. ടീം സി. കോൺകേവ് ലെൻസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലെൻസ് അല്ല, ദർപ്പണമാണ് ചോദിച്ചിരിക്കുന്നത്. കോൺവെക്സ് മിറർ. ഉത്തരം തെറ്റാണ്. കോൺകേവ് മിറർ. കോൺകേവ് മിറർ. ടീം ഡി ആണ് ഉത്തരം പറഞ്ഞത്. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം സിയോട് തന്നെയാണ്. മഴവില്ലിൻ്റെ പുറം വക്കിലെ നിറം എന്തായിരിക്കും? വയലറ്റ്. ഉത്തരം തെറ്റാണ്. ടീം ഡി. റെഡ്. റെഡ്. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോട് തന്നെയാണ്. ഒരു കോൺവെക്സ് ലെൻസിൽ നിന്നും മിഥ്യാപ്രതിബിംബം ലഭിക്കണമെങ്കിൽ വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കണം? ഒരു കോൺവെക്സ് ലെൻസിൽ നിന്നും മിഥ്യാപ്രതിബിംബം ലഭിക്കണമെങ്കിൽ വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കണം? അപ്പോൾ ഇമേജ് എന്തായിരിക്കണം? വേർച്വൽ ഇമേജ് ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ കോൺവെക്സ് ലെൻസിൽ വേർച്വൽ ഇമേജ് കിട്ടണമെങ്കിൽ എവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കേണ്ടത്? ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഉത്തരം ശരിയാണ്. പിക്കും എഫിനും ഇടയിൽ, പോളിനും ഫോക്കൽ ലെങ്ത്തിനും ഇടയിൽ വസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മിഥ്യാപ്രതിബിംബമായിരിക്കും കിട്ടുക. അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തായിരിക്കും? ആ പ്രതിബിംബത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഹൈലി എൻലാർജ്ഡ്. ഹൈലി എൻലാർജ് ആയിരിക്കും. ഈ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഭൂതക്കണ്ണാടി അല്ലെ മാഗ്നിഫയിങ് ഗ്ലാസ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് കോൺവെക്സ് ലെൻസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺവെക്സ് ലെൻസ് അതിൻ്റെ പിക്കും എഫിനും ഇടയിലാണ് വസ്തുവിനെ വെക്കേണ്ടത്. ടീം ഡിക്ക് 3 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. കാഴ്ചയില്ലാത്തവർ നേത്രദാനം വഴി സ്വീകരിക്കുന്നത് കണ്ണിൻ്റെ ഏത് ഭാഗമാണ്? ലെൻസ്. ഉത്തരം തെറ്റാണ്. ചോദ്യം ടീം എയിലേക്ക് പാസ് ചെയ്യുന്നു. കോർണിയ. ഉത്തരം ശരിയാണ്. കോർണിയ. കണ്ണിൻ്റെ കോർണിയ എന്ന ഭാഗമാണ് നമ്മളിവിടെ മാറ്റിവെക്കുന്നത്. ടീം എക്ക് 2 മാർക്ക്. അടുത്തത് ടീം ഇയോടാണ്. ദീർഘദൃഷ്ടി, ഹൈപ്പർ മെട്രോപ്പിയ ഓർ ലോങ് സൈറ്റഡ്നെസ്, അതിന് കാരണം എന്താണ്? വാട്ട് ഈസ് ദ കോസ് ഓഫ് ഹൈപ്പർ മെട്രോപ്പിയ? ഷോർട്ട് ഐബോൾ. വെരി ഗുഡ്. ഉത്തരം ശരിയാണ്. നേത്രഗോളത്തിൻ്റെ വലിപ്പം കുറവ്. അതുകൂടാതെ മറ്റൊരു കാരണം കൂടിയുണ്ട് അതിന്, കണ്ണിലെ ലെൻസിൻ്റെ പവർ കുറവ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ദീർഘദൃഷ്ടി സംഭവിക്കുന്നത്. ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റുമെങ്കിലും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ദീർഘദൃഷ്ടി. ടീം ഇക്ക് 3 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ദീർഘദൃഷ്ടി എങ്ങനെ പരിഹരിക്കാം? ഹൈപ്പർ മെട്രോപ്പിയ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? യൂസിങ് കോൺവെക്സ് ലെൻസ്. യെസ്, യൂസിങ് കോൺവെക്സ് ലെൻസ് വിത്ത് കറക്റ്റ് പവർ. അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ദീർഘദൃഷ്ടി എന്ന ന്യൂനത നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റും. ടീം ഡിയുടെ മാർക്ക് 3 മാർക്ക്.
അടുത്ത ചോദ്യം ടീം സിയോടാണ്. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ പ്രൈമറി കളേഴ്സ്? റെഡ്, ബ്ലൂ, യെല്ലോ. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? റെഡ്, ബ്ലൂ, വയലറ്റ്. രണ്ടെണ്ണം ശരിയാണ്. ടീം ബി റെഡ്, ബ്ലൂ, ഗ്രീൻ. ബ്ലൂ, ഗ്രീൻ, റെഡ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. മഴവില്ലിലെ ചുവപ്പ് നിറം ദൃഷ്ടിരേഖയുമായി ചേർന്ന് ഉണ്ടാക്കുന്ന കോണളവ് എത്രയാണ്? മഴവില്ലിലെ ചുവപ്പ് നിറം ദൃഷ്ടിരേഖയുമായി ചേർന്നുണ്ടാക്കുന്ന കോണളവ് എത്രയാണ്? വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റെഫറൻസ് ലൈൻ വിത്ത് ദ റെഡ് കളർ ഓഫ് റെയിൻബോ? ടീം എ 42.7 ഡിഗ്രി. ഉത്തരം ശരിയാണ്, 42.7 ഡിഗ്രി. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ടീം എയോടാണ്. പച്ചയും ചുവപ്പും ചേർന്നാൽ എന്ത് കളറാണ് കിട്ടുക? യെല്ലോ. ശരിയാണ്, ഗ്രീൻ പ്ലസ് റെഡ് ഈക്വൽ ടു യെല്ലോ. ടീം എക്ക് 3 മാർക്ക്. ഇപ്പോൾ 2 റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഈ റൗണ്ടിലെയും ടോട്ടൽ മാർക്ക് നമുക്കിപ്പോൾ പറയാം. 2ാം റൗണ്ടിലെ ലഭിച്ചിരിക്കുന്ന മാർക്ക് നില നമുക്ക് നോക്കാം. ടീം എ 10 മാർക്ക്, ടീം ബി 2 മാർക്ക്, ടീം സി മാർക്കൊന്നുമില്ല, ടീം ഡി 8 മാർക്ക്, ടീം ഇ 3 മാർക്ക്. 2 റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ ഓരോ ടീമിനും ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ടീം എ 14 മാർക്ക്, ടീം ബി 6 മാർക്ക്, ടീം സി മാർക്കൊന്നുമില്ല, ടീം ഡി 13 മാർക്ക്, ടീം ഇ 7 മാർക്ക്. റേഡിയോ ടീച്ചർ നാളെ ഇതേ സമയം ഫിസിക്സ് പ്രശ്നോത്തരി 2ാം ഭാഗം. റേഡിയോ ടീച്ചർ അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ.